തർക്കമുള്ള ആതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ സമവായം കാണാൻ കഴിയുമോ? ഇത്തരമെല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ പരിഗണിക്കാവുന്നതാണ്. പശ്ചിമഘട്ട മലനിരകൾ നമുക്കായി സമ്മാനിച്ചതാണ് അതിരപ്പള്ളിയും വാഴച്ചാലും. എന്നാൽ നാം അതിനെ കഴുത്തറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിരപ്പള്ളി എന്ന അക്ഷയഖനി സമൂഹത്തിനായി കരുതി വച്ചത് എന്തൊക്കെയാണ്? അതിരപ്പള്ളിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് ആരൊക്കെ? നാമിപ്പോൾ ഡാം വരുമ്പോൾ എങ്കാ പോകും? നമ്മളുടെ കാരണന്മാരും സലാമനൊക്കെ വിട്ട് ഇവിടെയൊക്കെ പോകാനും പറ്റില്ലല്ലോ. ഈ ഡാമിന് വന്നു കഴിഞ്ഞാലും നമ്മുടെ കാരണന്മാർ കിടക്കണ ഭൂമിയെ വിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനും ജനിച്ചതുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ, പിന്നെ ഇവിടെ പോകാനും. ഇവിടെ ആകുമ്പോൾ കാഞ്ഞലിക്കിഴങ്ങ് എടുക്കും, തൊള്ളി കൊക്കും, ഇഞ്ചി പറിക്കും, മഞ്ഞൾ പറിക്കും, കൂവ പറിക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോയി ചാലക്കുടിയിൽ വിൽക്കുന്നത്. എന്നിട്ടാണ് അരിയും സാമാന്യം ഒക്കെ മേടിച്ചിട്ട് തിന്നുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി എൻ്റെ അച്ഛൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. കാരണം എൻ്റെ ചരിത്രം പഠിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓരോ പ്രൊജക്റ്റുകൾ മാറി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാഡർ വിഭാഗം എവിടെയുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ അണകെട്ടുന്നൊരു സ്വഭാവമാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഓരോ ഊരിൽ നിന്നും മാറി മാറി ഇതുപോലെ അണക്കെട്ട് വരുമ്പോൾ മാറി മാറി താമസിക്കുന്ന ആളുകളാണ്. പിന്നെ കാഡർ വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾ ഫുള്ളും പുഴയെ ആശ്രയിച്ചും അതുപോലെ വനത്തെ ആശ്രയിച്ചും മാത്രം ജീവിതമാർഗം മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ്. ഇപ്പോഴാണ് ഈ ടൂറിസം നമ്മുടെ മേഖലയിൽ വന്നതുകൊണ്ട് ടൂറിസത്തിൻ്റെ കുറച്ച് അതും വാഴച്ചാൽ ഊരിലെ ജനവിഭാഗക്കാർക്ക് മാത്രം ആ ടൂറിസമായിട്ട് വർക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി ഊരിലൊന്നും ഇത് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും കാടിനെ പുഴയെ സംരക്ഷിച്ച് മാത്രം ജീവിക്കുകയാണ്. പിന്നെ എൻ്റെ സമൂഹത്തിൽ ഇപ്പോൾ വരും തലമുറയിലെ കുട്ടികളുടെ ജീവിതം തന്നെ നശിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നാൽ കാണുന്നത്. എനിക്ക് വലുത് എൻ്റെ സമൂഹത്തിൻ്റെ ഉയർച്ചയാണ്. അപ്പോൾ എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പദ്ധതികൾ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എതിർത്തിരിക്കും. അത് ഈ പദ്ധതി മാത്രമല്ല, ഇനി എന്ത് പദ്ധതി നമ്മളുടെ സമൂഹത്തിലുള്ളവർക്ക് നന്മയില്ലാത്ത എന്തുകൊണ്ടെന്നാലും നമ്മൾ എതിർത്ത് തന്നെ ഇരിക്കുള്ളൂ. അരുത് 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 എന്ന് 100 വട്ടമായി പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. 40 വർഷമായി ഞങ്ങൾ പറയുന്നു അരുത് അരുത്. ഈ വിധത്തിൽ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും മുടിക്കരുത്, ഈ പച്ചപ്പ് മുടിക്കരുത്. അതിരപ്പള്ളി പദ്ധതി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വൈദ്യുതിക്കാണെങ്കിൽ ഇത്രയധികം കോടികൾ ചെലവഴിച്ച് ഒരു ബൃഹത് പദ്ധതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നില്ലേ? സൗരോർജ പദ്ധതികൾ എന്തുകൊണ്ട് ആവേശത്തോടുകൂടി പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്ത് സർക്കാർ നടപ്പിലാക്കുന്നില്ല? ആ കാടും നശിപ്പിച്ച് ആ കാടിൻ്റെ മുഴുവനും അന്തരീക്ഷത്തെ അങ്ങേയറ്റം കലുഷമാക്കി. ആ ആനത്താരകളും എത്ര ആനയുണ്ടെന്നറിയാമോ? എത്ര കാടന്മാരുണ്ടെന്നറിയാമോ? എത്ര കാട്ടുമൃഗങ്ങൾ വേറെ ഉണ്ടെന്നറിയാമോ? അവയുടെയൊക്കെ ആവാസ വ്യവസ്ഥയും തകരാറാക്കി. അതിനകത്തേക്ക് റോഡുകളും വെട്ടി ലോറികളും JCBകളും ഒക്കെ എരമ്പി അങ്ങോട്ട് കയറുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വേണ്ട, പാടില്ല എന്ന്
സൈലൻറ്റ് വാലിക്കാലം തൊട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അതേ ശബ്ദത്തിൽ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതേപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. അത്രയ്ക്ക് മഹാപാപമാണ്. മറ്റു മാർഗങ്ങളുണ്ട്. വെള്ളത്തിന് മറ്റു മാർഗമില്ല, വൈദ്യുതിക്ക് മറ്റു മാർഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. എന്നേക്കുമായി ഈ വിധത്തിലുള്ള ജലവൈദ്യുത പദ്ധതികളെ പറ്റിയുള്ള ഈ പ്ലാനിങ് ഒന്ന് മതിയാക്കുക. മെഗാവാട്ട് വരുന്ന പദ്ധതിക്കായി 1996 ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് 230 കോടിയായിരുന്നെങ്കിൽ 2005 ഇത് 570 കോടിയായി ഉയർന്നു. എന്നാൽ ഇപ്പോൾ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ 1500 കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുകളിലുള്ള 6 അണക്കെട്ടുകൾക്ക് വേണ്ടി ഒറ്റപ്പാട് പുഴയോരക്കാട് മുങ്ങിപ്പോയി. അണക്കെട്ടുകൾക്ക് താഴെ 6 അണക്കെട്ടുകൾ താഴെ പുഴ ഒഴുകാതായപ്പോൾ അവിടെയും പുഴയോരക്കാട് നാശോന്മുഖമായി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 60 കിലോമീറ്ററോളം പുഴയിൽ പുഴയോരക്കാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇതാണ് തുരുത്തുപോലെ ഈ പൊരിങ്ങൽ കുത്തിന് അണക്കെട്ടിന് താഴെ മുതൽ വാഴച്ചാൽ വരെ. കാരണം വാഴച്ചാലിന് താഴെ വളരെ ഡിഗ്രേഡഡ് ആണ്, മുളയാണ് കൂടുതലുള്ളത്. പിന്നെ അതിരപ്പള്ളിക്ക് താഴെ ജനവാസമാണ്. അപ്പോൾ മുകളിലുള്ള കാടിനെയും താഴെയുള്ള കാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ കണ്ണിയാണിത്. ജൈവ കണ്ണി എന്ന് പറയുമ്പോൾ വെറും ചെടികളും മരങ്ങളും മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സസ്യങ്ങളും ജന്തുജാലങ്ങളുടെയും ഒരു ജനറ്റിക് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ആതിരപ്പള്ളിയെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ KFRA നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യ മേഖല, നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ആതിരപ്പള്ളിയും അതിനോട് ചേർന്ന വാഴച്ചാലിലെ വനപ്രദേശങ്ങളും. നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ഗ്യാപ്പിന് താഴെ ആനമലൈ ജൈവ വൈവിധ്യ മേഖല, ആര്യങ്കാവ് പാസ് വരെയുള്ള ജൈവ വൈവിധ്യ മേഖലകളിൽ തന്നെ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മൾക്ക് പറയേണ്ട ആവാസ വ്യവസ്ഥ വൈവിധ്യം, അതായത് പലവിധ കാടുകളുടെ ഒരു സഞ്ചയം തന്നെയാണ്, സമന്വയമാണ് ഈ നമ്മൾക്ക് ആതിരപ്പള്ളി മേഖലയും അതിനോട് ചേർന്ന മലക്കിപ്പാറ മുതൽ താഴേക്ക് വരുന്ന വിൻഡ്വാർഡ് റീജിയനിൽ കാണുന്ന ഈ പലവിധ വനങ്ങളുടെ പ്രത്യേകതയും. ഉദാഹരണത്തിന് നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ആർദ്ര ഇലപൊഴിക്കും കാടുകൾ, പുഴയോര കാടുകൾ. ഇതിനകത്ത് ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ വനത്തിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് ഇത് ഓരോ കാടുകളിലും ഇപ്പോൾ നിത്യഹരിത വനങ്ങളോ ഇലപൊഴിക്കും കാടുകളോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ധാരാളം സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾ, മൈക്രോ ഹാബിറ്ററ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഈ മൈക്രോ ഹാബിറ്ററ്റ്സിന് ധാരാളം കാണപ്പെടുന്ന, പ്രത്യേകിച്ച് അതിനനുസരിച്ചുള്ള ജൈവ വൈവിധ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഇലപൊഴിക്കും കാടുകളിൽ തന്നെ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തെ വനവും വൃക്ഷങ്ങളും മറ്റു ചെടികളും ചേർന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ. പുഴയോര കാടുകൾക്കിടയിൽ തന്നെ പലവിധ മരങ്ങൾ ഉൾക്കൊള്ളുന്ന പലവിധ അസോസിയേഷൻസ് എന്നാണ്, കമ്മ്യൂണിറ്റി സ്ട്രക്ചർ എന്നാണ് ശാസ്ത്രീയമായിട്ട് അതിനെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അനവധി, അതായത് പ്രധാനപ്പെട്ട 5 or 6 വൈവിധ്യ മേഖലകൾക്ക് പുറമെ അനവധി ചെറിയ ചെറിയ പച്ചത്തുരുത്തുകൾ, വൈവിധ്യം നിറഞ്ഞ മറ്റെങ്ങും കാണപ്പെടാത്ത ധാരാളം വൈവിധ്യങ്ങളെ നമ്മൾക്കിവിടെ ദർശിക്കാൻ കഴിയും. ഞാൻ 13 വർഷത്തോളമായി അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖല കയറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടേറെ അനുഭവങ്ങൾ കാട്ടിൽ കയറുന്നതിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആനകളുടെ ആയാലും വേഴാമ്പലുകളുടെ ആയാലും ഒട്ടേറെ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാടിനെ ബഹുമാനിച്ച് കാട്ടിൽ കയറുമ്പോൾ കാട് നമ്മളെ തിരിച്ചും ബഹുമാനിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് അതിരപ്പള്ളി വാഴച്ചാൽ ഷോളയാർ മഴക്കാടുകൾ. അപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു മഴക്കാട് തന്നെയാണ്
ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പദ്ധതി മൂലം അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ പദ്ധതി വരുന്നതോടുകൂടി തന്നെ ഉണ്ടാകുന്ന വനനശീകരണങ്ങളും അതുമൂലം ബന്ധപ്പെട്ട് നടക്കുന്ന